ത്രിദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 45 സങ്കീർത്തനം 7 വാക്യം. നീ നീതി ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേർത്ത് എബ്രായ ലേഖന കർത്താവ് വ്യാഖ്യാനിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണിത്. ദൈവപുത്രൻ്റെ നിത്യ രാജ്യത്വത്തിൻ്റെ എറ്റേണൽ കിങ്ഡത്തിൻ്റെ സൂചനയാണിത്. നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുക എന്നതാണ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടാനും എന്നേക്കുമുള്ള സിംഹാസനത്തിന് അവകാശിയായി തീരാനും അതിനോട് ചേർന്ന് നിൽക്കാനും സാധ്യമായി തീരുക. ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ അവനെ കാണുവാൻ വന്ന 3 വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണുവാൻ ദുഷ്ടതയുടെ കൂടാരമായ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെത്തി. പക്ഷേ അവിടെ അവർക്ക് ക്രിസ്തു ദർശനം സാധ്യമായില്ല, അവനെ കണ്ടെത്തിയില്ല. കാരണം 5 സങ്കീർത്തനം 4 വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ അവൻ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ അവനോടുകൂടെ പാർക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിദ്വാൻമാർ ക്രിസ്തുവിനെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ അവർ ദുഷ്ടതയുടെ പര്യായമായ ഹെരോദാവുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മറ്റൊരു വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഓരോ ക്രിസ്മസ് രാവും അവൻ്റെ ജന്മപ്പെരുന്നാളിൽ നാം പങ്കെടുക്കുമ്പോൾ നീതിസൂര്യനായ ക്രിസ്തുവിനെ ദർശിക്കുമ്പോൾ ദുഷ്ടതയെ ദ്വേഷിക്കുവാനും നീതിയെ ഇഷ്ടപ്പെടാനും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.